പിൻവലിക്കുന്നു, നിങ്ങൾ പറയുന്നു പിന്മാറിയില്ല. അപ്പൊ പിന്മാറിയോ ഇല്ലേ എന്ന് ആദ്യം തീരുമാനമാക്കണം. അതിനുശേഷം മുഹയ്യിദ്ദീൻ ശൈഖെ രക്ഷിക്കണേ, ബദരീങ്ങളെ കാക്കണേ, ഇങ്ങനെ തുടങ്ങിയുള്ള മഹാന്മാരോടുള്ള സഹായത്തേട്ടം ശിർക്കാണോ അല്ലേ എന്ന് നമുക്ക് തീരുമാനിക്കാം. ആദ്യം നിങ്ങളുടെ പഴയ വാദത്തിൽ നിന്ന് പിന്മാറിയോ ഇല്ലേ, അവിടെ നിന്നല്ലേ നമ്മൾ തുടങ്ങിയത്. നിങ്ങൾ ആദ്യം പറയുന്നത് പിന്മാറിയിട്ടില്ല, ഞങ്ങൾ പിന്മാറി. അപ്പൊ അതാണ് ആദ്യം തീരുമാനമാക്കേണ്ടത്. ആദ്യം അത് തീരുമാനമാക്കിയതിന് ശേഷമാണ് ഇനി ചെയ്യുന്ന കർമ്മം ശിർക്കാണോ അല്ലേ എന്ന് തീരുമാനിക്കേണ്ടത്. പിന്മാറിയോ ഇല്ലേ എന്ന് ആദ്യം തീരുമാനിക്കണം. അപ്പൊ നിങ്ങൾക്ക് ഇത് തുടങ്ങാൻ നിങ്ങൾക്കൊരു വിഷമുണ്ട്. എന്താ കാരണം വെച്ചാല് മറ്റേ വാദം വരുമ്പോഴേക്ക് അതിൽ ജിന്ന് മലക്ക് എല്ലാം വരും. ജർമ്മനിയിൽ നിന്ന് മരുന്ന് അരമണിക്കൂർ കൊണ്ടൊക്കെ സക്കരിയ എത്തിക്കണമല്ലോ ജിന്നുകൾ മുഖേന. അപ്പൊ അതുകൊണ്ട് അത്തരം വാദങ്ങളൊക്കെ ഇതിൽ കടന്നു വരുമ്പോ നിങ്ങളുടെ അഭൗതികത എന്നത് എന്താണ് എന്ന് ജനങ്ങൾ വ്യക്തമായി ബോധ്യപ്പെടും. അപ്പൊ നിങ്ങൾ പ്രാർത്ഥനയുടെ നിർവചനം പൊളിയും, ആലുവയിൽ പൊളിഞ്ഞതുപോലെ. അപ്പൊ നിങ്ങളുടെ പ്രാർത്ഥനയുടെ നിർവചനം മനുഷ്യ കഴിവിനപ്പുറമുള്ള മാർഗത്തിൽ കൂടിയെന്നല്ലേ. അപ്പൊ ജിന്നും മലക്കും മറ്റുള്ള കാര്യങ്ങളോടൊക്കെ സഹായം തേടാമെന്നും മരുന്നെത്തിക്കാൻ വേണ്ടിയിട്ട് ജർമ്മനിയിൽ നിന്ന് ജിന്നിനോട് ആവശ്യപ്പെടാമെന്നും അത് പെട്ടെന്ന് എത്തിക്കുന്നും അങ്ങനെ തുടങ്ങി ഒരുപാട് വാദങ്ങൾ. ഇപ്പൊ നിങ്ങൾ പഴയതിൽ നിന്ന് മാറി ചിന്തിച്ചുകൊണ്ട് തുടർന്ന് എഴുതുകയും പറയുകയും ചെയ്യുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ പറയുന്നു നിങ്ങൾ പഴയ വാദത്തിൽ നിന്ന് പിന്മാറിയിരിക്കുന്നു. അപ്പൊ നിങ്ങൾ പറഞ്ഞു ഇല്ല പിന്മാറിയിട്ടില്ല. അതാണ് ഒന്നാമത്തെ സെഷൻ. ഇനി രണ്ടാമത് ആ പിന്മാറിയോ ഇല്ലേ എന്ന് തീരുമാനമാക്കിയതിന് ശേഷം ആ കർമ്മം ശിർക്കാണോ അല്ലേ എന്ന് നമ്മൾ തീരുമാനിക്കണം. അതാ പറയേണ്ടത്. അത് പറയും റഫീഖ്. ഇതെന്ന് വെച്ചാൽ വളരെ ലളിതമായ ഒരു സംഗതിയാണ്. അല്ല ലളിതമായ ഇതെന്ന് വെച്ചാൽ ഇവിടുന്ന് തുടങ്ങിയ ഒരു ചർച്ചയല്ല. ഇടയ്ക്ക് സംസാരിക്കരുത്, ഞാൻ സംസാരിക്കല്ല, മനസ്സിലായില്ലേ? അത് ശരിയല്ല. അപ്പൊ നിങ്ങൾ നേരത്തെ ഇങ്ങോട്ട് ഞാൻ സംസാരിച്ചപ്പോൾ നിങ്ങൾ പറഞ്ഞല്ലോ നേരത്തെ സംസാരിക്കരുത്. ഓക്കെ 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 അത് ഓക്കെ, നമുക്ക് സംസാരിക്കാം കേട്ടോ. പിന്നെ ആക്കെ നമുക്ക് വിളിക്കാം ഇൻഷാ അല്ലാ. അപ്പോ അപ്പോ ഇവിടെ കൽവത്തി അല്ല സാർ, പിന്നെ ഇവിടെ കൽവത്തി യൂണിറ്റായിട്ട് ബന്ധപ്പെട്ടാണ് ചർച്ച തുടങ്ങുന്നത്. ഇവിടുത്തെ ചർച്ചയുടെ തുടക്കം ഇർത്തക്കബുത്തു അൽഹത്തോ ഇറാസിൽ അങ്ങനെ തുടങ്ങിയത്. അല്ല മുജാഹിദുകൾ എന്ത് പിന്മാറിയില്ല എന്നുള്ള ചർച്ച എല്ലാം ഇവിടെ നടക്കുന്നത്. അല്ല തീർന്നില്ല, നിങ്ങൾ സംസാരിക്കണ്ടേ? ഞാൻ ഓക്കെ ഓക്കെ. അപ്പൊ അവിടെ നമ്മൾ ഇതൊരു നടക്കണമല്ലോ. ഇപ്പൊ നിങ്ങൾ വെറുതെ വർത്താനം, നമുക്ക് രണ്ടുപേർക്ക് സമയം കളയില്ല. ഞങ്ങൾക്ക് തോന്നിയോണ്ടാണ് ഈ പറയണത്. അപ്പൊ സമയം കളയില്ലാത്തതുകൊണ്ടാണ്. ഇവിടുത്തെ രണ്ടാമത്തെ കത്തിൽ തന്നെ ഇത് വളരെ വ്യക്തമായി ഈ വാദം നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. എന്ത് മുഹീദ്ദീൻ ശൈഖെ രക്ഷിക്കണേ, ബദരീങ്ങളെ കാക്കണേ, കന്യാമറിയം അനുഗ്രഹിക്കണേ, അതുപോലെ തന്നെ സുന്നീർ പുനഃകരസ്ഥമാക്കുവാൻ മുമ്പ് പാരായണം ചെയ്തിരുന്ന മാല മൗലൂദുൽ ഇസ്ലാം വല്ലതും ഇതൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പറയട്ടെ, ഞാനെന്താ ഇതെന്താണ്? ആയിക്കോട്ടെ സാറേ. നമ്മൾ പറയല്ലേ, നമ്മൾ സംസാരിച്ചല്ലേ എഴുതണത്. ഓക്കെ. അപ്പൊ ഇത് കഴിഞ്ഞു നമ്മളിങ്ങനെ ചർച്ച ചെയ്തിട്ടാണ് ഇന്ന് ഇവിടെ എത്തിയത്. ഇപ്പോൾ നമ്മുടെ കൽവത്തി പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ചർച്ച നടത്തേണ്ടത് മുജാഹിദുകൾ ഏതെല്ലാം വാത്തിൽ നിന്ന് പിന്മാറിയില്ല എന്നല്ല, ഇവരെ നടത്തിക്കൊണ്ടിരിക്കുന്ന നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഇസ്തിഹാസ ശരിയാണോ ശരിയല്ലെന്ന വിഷയത്തിലാണ് ഇവിടെ ചർച്ച നടത്തേണ്ടത്. ഇനി ആ ചർച്ചയ്ക്ക് വേണ്ടി വ്യവസ്ഥ എഴുതാൻ ഞങ്ങൾ ഇവിടെ വന്നതും ആ വ്യവസ്ഥക്ക് വന്നതിന് ശേഷം നിങ്ങൾക്ക് മറ്റൊരു വാദം കൂടി ഞങ്ങളുടെ മേൽ പറയാനുണ്ട്. അവിടെ ഞങ്ങൾ പിന്മാറിയിട്ടില്ല. അത് കരാർ ഞങ്ങൾ എഴുതുകയും ചെയ്തു. തീർന്നില്ല. കരാർ ഞങ്ങൾ എഴുതുകയും ചെയ്തു, ഞങ്ങളുടെ വാദം ഞങ്ങൾ എഴുതുകയും ചെയ്തു. ഞങ്ങൾ പിന്മാറിയിട്ടില്ല. അത് ഇവിടെ വന്നതിന് ശേഷം നമ്മളിപ്പോൾ ഒരു തീരുമാനം നിങ്ങൾ ഇങ്ങോട്ട് പറഞ്ഞിട്ട് അത് ഞങ്ങൾ അംഗീകരിച്ച് അത് നമുക്ക് ചർച്ചയാവാമെന്ന് പറഞ്ഞ് ആക്കിയതാണ്. ഇവിടെ ഇനി ഒന്നാമത് ഏതാണ് ചർച്ച ചെയ്യേണ്ടതെന്ന വിഷയമുള്ളൂ. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്യേണ്ട തീർന്നില്ല സാർ. ചർച്ച ചെയ്യേണ്ടെന്ന് നമ്മളാരും പറഞ്ഞില്ല. ഈ രണ്ട് വിഷയങ്ങൾ നമ്മൾ ചർച്ച ചെയ്യാൻ തയ്യാറാണെന്നാണ് പറഞ്ഞത്. രണ്ട് വാദങ്ങളും ഇതിൽ ഒന്നാമത് നമ്മൾ ചർച്ച ചെയ്യേണ്ടത് ഏതാണെന്നാണ് ചർച്ച. അതാണല്ലോ. ഇനിയിപ്പോ നിങ്ങൾ പറയുന്നത് ഇപ്പൊ രണ്ടാമത് ഇവിടെ വന്നതിന് ശേഷം ഉണ്ടായ ഒരു വാദം എന്ന് വെച്ചാൽ ഞങ്ങൾ പിന്മാറി ഇപ്പൊ പറഞ്ഞൊരു വാദം ഇപ്പൊ നമ്മൾ ചർച്ചയിലുള്ള ചർച്ചയിലുള്ള വിഷയമല്ല. ചർച്ച വന്ന വിഷയം അതല്ല. അതിനുശേഷം ഇപ്പൊ വന്നപ്പോ നമുക്ക് മുജാഹിദ് പ്രസ്ഥാനം പിന്മാറിയിട്ടുണ്ടോ ഇല്ലേ എന്നൊരു ചർച്ച വേണം. ആ ചർച്ച നിങ്ങൾ എഴുതി അത് ആദ്യം ചർച്ച ചെയ്യണമെന്നാണ് ഇപ്പോ വാദിക്കുന്നത്. അതാണ് ഇപ്പൊ പറയുന്നത്. ഇങ്ങനെ ആദ്യം ചർച്ച ചെയ്യുന്ന വിചാരിക്കുക. എന്നിട്ട് ഞങ്ങൾ പിന്മാറിയിട്ടില്ലെന്ന് തെളിഞ്ഞാൽ പിന്നെ രണ്ടാമത് എന്തെടുക്കണോ ഈ വിഷയം നമ്മൾ സംസാരിക്കണം. എങ്ങനെ മുഹീദ്ദീൻ ശൈഖെ രക്ഷിക്കണേ, ഇഫായ് ശൈഖെ ഇങ്ങനെ മരിച്ചുവരെ വിളിച്ചു പ്രാർത്ഥിക്കുക ശിർക്കാണെന്നുള്ള വാദം രണ്ടാമത് ചെയ്യണം. ഇത് എന്റെ ആവശ്യമില്ല. കാരണം വെച്ചാൽ ആദ്യം തന്നെ ഇത് ചർച്ച ചെയ്താൽ പിന്നെ രണ്ടാമത്തേന് ചർച്ചയ്ക്ക് പ്രസക്തി ഇല്ലാതാവാണ്. രണ്ടാമത്തെ ചർച്ചയ്ക്ക് തന്നെ പ്രസക്തി ഇല്ലാതാവാണ്. കാര്യം ആദ്യത്തെ ചർച്ചയിലൂടെ തന്നെ നിങ്ങളുടെ വാദം ഞങ്ങളുടെ മേൽ സമർത്ഥിക്കുകയാണ്. നിങ്ങൾക്ക് അതിന് അവകാശമില്ല എന്ന് പറഞ്ഞുകൊണ്ട് സമർത്ഥിക്കുന്നതോടുകൂടി പിന്നെ രണ്ടാമത് ചർച്ച തന്നെ ആവശ്യമില്ലാതാവാണ്. അപ്പൊ യഥാർത്ഥത്തിൽ ഒരു ചർച്ച തന്നെ മതി. കഴിഞ്ഞു. അപ്പൊ നിങ്ങളിപ്പോൾ രണ്ടാമത് ഉന്നയിച്ച അനാവശ്യമായ ഒരു വാദം കഴിഞ്ഞു. ഇവിടെ ആവശ്യമില്ലാത്തൊരു വാദം ഉന്നയിച്ചുകൊണ്ട് ഇവിടെ നിന്ന് പിന്മാറുവാൻ വേണ്ടിയുള്ള ശ്രമം നടത്തുകയാണ്.
ഈ മറുഭാഗം ചെയ്യുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായിരുന്നാലും ആദ്യം നമ്മളെ സംബന്ധിച്ചിടത്തോളം തർക്കത്തിലിരിക്കുന്ന വാദം, നമ്മൾ എഴുതിയ വാദം അത് നേർക്കുനേരെ എഴുതിയിട്ടുണ്ട്, അത് നമുക്ക് ചർച്ച ചെയ്യാവുന്നതാണ്. സുഹൃത്തെ, ഇതുവരെ പറഞ്ഞ് നിങ്ങൾക്കത് മനസ്സിലായോ മനസ്സിലാക്കാതെയോ പറഞ്ഞതാണ്. ഇവിടെ എന്താ വിഷയം? ഇവിടെ നിങ്ങൾ ആദ്യമായി ഇപ്പൊ ഇർത്തഖബത്തു അലൽ ഖത്ത തുടങ്ങിയ ഞങ്ങൾ പിന്നെ മരിച്ചുപോയ, നിങ്ങളെ ഭാഷയിൽ തന്നെ പറയാം, മരിച്ചുപോയ അല്ലെങ്കിൽ മഹാന്മാരോട്, മരിച്ചോ മരിക്കാതിരിക്കുന്ന ഒരു വിഷയമല്ല, മഹാന്മാരോട് ഞങ്ങളെ സഹായത്തേട്ടം അത് ശിർക്കാണ് എന്നാണല്ലോ നിങ്ങൾ ഇവിടെ ആരോപിച്ചത്. ഞങ്ങളുടെ ഇപ്പൊ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെ ഒരു വാദം പറയാൻ കേരളത്തിലെ മുജാഹിദുകൾക്ക് അവകാശമില്ല. കാരണം എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, അവരെ പഴയകാല വാദം എന്തായിരുന്നു? അഭൗതിക സഹായത്തിലൂടെയുള്ള എല്ലാ സഹായവും തെറ്റാണ്. ഉദാഹരണമായി പറഞ്ഞാൽ, നമ്മുടെ അദൃശ്യ ജീവികളായ ജിന്നുകളോട് മലക്കളോടൊക്കെ സഹായം തേടൽ ശിർക്കാണ് എന്നായിരുന്നു പഴയ കാലത്ത് നിങ്ങളുടെ വാദം. അത് നിങ്ങൾ എന്നെ മാറ്റിയതോടെ നിങ്ങൾക്ക് ഇനി ഈ ഞങ്ങൾ മഹാന്മാരോട് തേടുന്ന സഹായം തേടലിനെ കുറിച്ച് പറയാൻ നിങ്ങൾക്ക് അധികാരമില്ല. അതാണ് ഞങ്ങൾ ഈ പറയുന്നത്. നിങ്ങൾ ഒരു 10 കൊല്ലം മുമ്പ് അല്ലെങ്കിൽ ജിന്ന് നിങ്ങളെ ഈ വിഷയത്തിലേക്ക് വരുന്നതിന് മുമ്പ് നിങ്ങൾ ഇങ്ങനെ ഒരു വിഷയം ചർച്ചയ്ക്ക് എടുത്തു എന്ന് സമ്മതിക്കുക. ഈ പ്രദേശത്ത് തന്നെ ഇർത്തഖബത്തു ഞങ്ങൾക്കറിയാലോ, കായക്കൊടി ഞങ്ങൾ ഒരുപാട് വ്യവസ്ഥ എഴുതിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ആ വിഷയം അറിയാം. അപ്പൊ ഇങ്ങനെ ഒരു വിഷയം വരുന്നതിന് മുമ്പ് ഒരു ഇർത്തഖബത്തുമായി ബന്ധപ്പെട്ട വിഷയം ഇവിടെ ചർച്ച ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ ആദ്യം തന്നെ പറയും, എന്ത് നമുക്ക് മുഹിയുദ്ദീൻ ഷെയ്ഖെ രക്ഷിക്കണേ തുടങ്ങിയ ഈ വിഷയത്തിൽ നമുക്കൊരു ചർച്ചയാവാം. പക്ഷേ ഇത് ഇന്ന് നിങ്ങൾ ആ അവസ്ഥയിൽ നിന്ന് മാറി. ഇപ്പൊ നിങ്ങൾ തന്നെ ഞങ്ങൾ മൊയ്തീൻ ഷെയ്ഖിനെ വിളിക്കുന്നതോടൊപ്പം നിങ്ങൾ ജിന്നിനീസ് മറ്റും വിളിക്കാൻ പറ്റുമെന്നും അത് ശിർക്കല്ല നിങ്ങൾ വാദിച്ചു കഴിഞ്ഞു. അതുകൊണ്ടുകൂടി തന്നെ നിങ്ങളും ഞങ്ങളൊക്കെ കണക്കന്നെയാണ്. അപ്പൊ നിങ്ങളും ഞങ്ങളും തമ്മിലുള്ള വ്യത്യാസം എന്തെന്ന് ആദ്യം ബോധ്യപ്പെടുത്തണം. നിങ്ങളെ പഴയകാല വാദത്തിൽ തന്നെയാണ് എന്ന് അത് കഴിഞ്ഞ ശേഷം നമുക്ക് ചർച്ച ചെയ്യാം. അല്ലെങ്കിൽ ഇതിന് അധികാരമില്ല. കാരണം എന്താ, ഞാൻ ഒരാളോട് അയാളെ വാദം എന്താ, നിസ്കാരം 5 വക്താണ് എന്ന് വാദിക്കുന്ന ഒരാളോട് എനിക്ക് സംവാദം നടത്തേണ്ട ആവശ്യമില്ല. കാരണം എന്താ, ഞാനും ആ വാദക്കാരനാണ്. അതേ സമയത്ത് ആ വിഷയത്തിൽ തർക്കം വരുമ്പോ നിസ്കാരം 5 അല്ല എന്ന് അയാൾ പറഞ്ഞാൽ നമ്മൾ തെളിയിക്കും. ഇപ്പൊ നമ്മളെന്താ ഈ വിഷയത്തിൽ നിങ്ങളും ഞങ്ങളെ ഭാഗത്ത് തന്നെ ഉള്ളത് അഭൗതിക സഹായത്തിലൂടെ അല്ലെങ്കിൽ കണ്ണിൽ കാണാത്ത അദൃശ്യമായ സഹായത്തിലുള്ള സഹായം തേടാം, അത് ശിർക്കല്ല എന്നാണ് നിങ്ങളിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ തെളിവ് പറയാതെ വാദപ്രതിവാദം അടങ്ങാതെ തന്നെ ഈ വിഷയത്തിൽ തെളിയിക്കപ്പെട്ടു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ പറയുന്നു, ആദ്യം നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വാദം ഇവിടുത്തെ പ്രദേശത്തുകാരോട് പറയാനുള്ള അധികാരമുണ്ടെന്ന് നിങ്ങൾ തെളിയിക്കണം. അതിനാണ് ഞങ്ങൾ ഈ 2 വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ പറഞ്ഞത്. അപ്പൊ ഇതങ്ങ് പറയുമ്പോൾ നിങ്ങൾക്ക് അധികാരങ്ങൾ തെളിയിച്ചു എന്ന് വെക്കുക. ഞങ്ങൾ പഴയകാലവാദത്തിൽ തന്നെയാണ്, ഞങ്ങൾ ഇതുവരെ ഒരു മാറ്റവും വന്നിട്ടില്ല, ഞങ്ങൾ ജിന്നും മലക്കൊന്നും പറഞ്ഞിട്ടില്ല എന്ന് നിങ്ങൾ വാദിക്കാണെന്ന് അനസ് മൗലവി പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ കായക്കൊടി മൗലവി പറയുകയാണെങ്കിൽ അപ്പൊ ചോദ്യം വരും, ശരി ഞങ്ങളുടെ വാദം എന്താണ്, ഞങ്ങൾ പഴയകാല മുജാഹിദിന്റെ അഭിപ്രായത്തിൽ തന്നെ നിൽക്കുന്നു, ഇനി നിങ്ങൾ പറയൂ മുഹ്യിദ്ദീൻ ഷെയ്ഖെ രക്ഷിക്കണേ എന്ന് ഞങ്ങളോട് ചോദിക്കുമ്പോൾ ഓക്കെ ഞങ്ങൾ മറുപടി പറയും. അല്ലാതെ നിങ്ങളും ഞങ്ങൾ കണക്കാണെങ്കിൽ പിന്നെ അതിന് വാദപ്രതിവാദം നടത്തേണ്ട കാര്യമുണ്ടോ? വളരെ വ്യക്തമാണ് കാര്യം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇങ്ങനെയൊന്നും പറയേണ്ട ആവശ്യമില്ല. അങ്ങനെയേ ഉള്ളൂ. ഇതിൽ നിന്നാണ് അനസ് നേരത്തെ സൂചിപ്പിച്ചത്. അതായത് മുഹ്യിദ്ദീൻ ഷെയ്ഖെ രക്ഷിക്കണേ നിങ്ങൾ ഇപ്പോഴും പറഞ്ഞത് അത് തന്നെയാണ്. പിന്നെ എന്തിനാണ് ഈ ഒരു ദുർവ്യാഖ്യാനവും ദുർവാശിയും എന്നാണ് എനിക്ക് മനസ്സിലാകാത്തത്. മുഹ്യിദ്ദീൻ ഷെയ്ഖെ രക്ഷിക്കണേ, ബദരീങ്ങളെ കാക്കണേ എന്നിങ്ങനെ മഹാന്മാരോട് പ്രാർത്ഥന നടത്തുന്നത് ശിർക്കാണ് എന്ന് ഞങ്ങൾ എഴുതി. നിങ്ങൾ പറയുന്നു അങ്ങനെ വാദിക്കാനുള്ള അവകാശം തന്നെ നിങ്ങൾക്കില്ല. അപ്പൊ ഈ ഒന്നാമത്തെ വാദം ചർച്ചക്കെടുക്കുന്നതോടുകൂടി നിങ്ങൾ ഈ രണ്ടാമത് വലിയ എന്തോ ഒരു വിഷയം എന്ന നിലയിൽ എഴുതിക്കൊണ്ടുവന്ന വാദം നിങ്ങൾക്ക് ഞാൻ പറയാന്ന് പറയല്ല, ഞാൻ പറഞ്ഞു നിങ്ങൾ എഴുതിക്കൊണ്ടുവന്ന രണ്ടാമത് എന്നത് നിങ്ങൾ എഴുതിക്കൊണ്ടുവന്ന വാദം നിങ്ങൾ ഓരോരിക്കലും അങ്ങനെയാണല്ലോ, പുതിയത് പറയലാണ്, പ്രമാണം തെളിവൊന്നുമല്ലല്ലോ. നിങ്ങൾ ഉന്നയിക്കുന്ന വാദം ശരി, നിങ്ങൾ ഉന്നയിക്കുന്ന ഈ വാദത്തിന് തന്നെ ഒന്നാമത്തെ വിഷയം ചർച്ച ചെയ്യുന്നതോട് പ്രസക്തിയില്ലാതായി. കാരണം ഞങ്ങൾ ശിർക്കാണെന്ന് പറയുന്നു. ഒരു വാദപ്രതിവാദം എന്ന് പറഞ്ഞാൽ അവരവരുടെ വാദങ്ങൾ ഉന്നയിക്കുന്നു, അതുമായി ബന്ധപ്പെട്ട തെളിവുകൾ പറയുന്നു. സ്വാഭാവികമായും ശിർക്കാണ് എന്നതിന് എന്താണ് തെളിവ് എന്ന് ഞങ്ങൾ പറയും. ഞങ്ങൾ പറയുന്ന കൂട്ടത്തിൽ നിങ്ങൾ ഈ പറഞ്ഞ വസ്തുതകൾ പറയുമ്പോൾ ഇനി ഞങ്ങളത് പറഞ്ഞില്ല എന്ന് വിചാരിക്കുക. അപ്പോഴും നിങ്ങൾക്ക് ഈ പുസ്തകങ്ങൾ ഇവർക്ക് മുമ്പ് ഇങ്ങനെ ഉണ്ടായിരുന്നു വാദം, ഈ വാദത്തിൽ നിന്ന് അവർ പിന്മാറി, അതുകൊണ്ട് ഇവർക്കിത് പറയാനുള്ള അവകാശം തന്നെ ഇല്ല എന്ന് നിങ്ങൾ പറഞ്ഞാൽ തീർന്നു കഥ. പക്ഷെ അത് പറയാൻ നിങ്ങൾക്ക് കഴിയില്ല എന്ന ആത്മവിശ്വാസം നിങ്ങൾക്കുണ്ട്. അത് പറയാൻ നിങ്ങൾക്ക് കഴിയില്ല എന്ന ആ ഒരു ബോധം നിങ്ങൾ അലട്ടുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയാത്തത്. ഇനിയോ അതും ആവശ്യമില്ല. ഈ വാദം എഴുതി ഈ രണ്ടാമത് എഴുതിയ വാദങ്ങളുടെ ആവശ്യം തന്നെ ഇല്ല. ഞങ്ങൾ എഴുതിയല്ലോ മുജാഹിദുകളുടെ പേരിൽ നിങ്ങൾ ഉന്നയിക്കുന്ന ആരോപണം നുണയാണ് എന്ന്, അതും ആവശ്യമില്ല. എന്തേ ഉള്ളൂ, നിങ്ങൾ ഇതിന്റെ കൂടെ ശിർക്കല്ല, മുജാഹിദുകൾക്ക് ഇങ്ങനെ പറയാൻ അവകാശമില്ല എന്ന് എഴുതിയതോടുകൂടി എഴുതുന്നതോടുകൂടി ആ വിഷയം ചർച്ചയ്ക്ക് വന്നു.
അപ്പൊ ഞങ്ങൾക്ക് അവകാശമുണ്ട്, ഞങ്ങൾ മാറിയിട്ടില്ല എന്നൊക്കെ തെളിയിക്കാനുള്ളതാണ് ഞങ്ങളുടെ വാദം. അത് പറയാൻ അവകാശം ഞങ്ങൾക്കുള്ളത് കൊണ്ട്, അത് പറയാനുള്ള തെളിവ് ഞങ്ങൾക്കുള്ളത് കൊണ്ട്, പ്രമാണങ്ങളുടെ പിൻബലം ഞങ്ങൾക്കുള്ളത് കൊണ്ടാണ് ഞങ്ങൾ ബദരീങ്ങളെ കാക്കണേ, മുഹീദ്ദീൻ ശൈഖെ രക്ഷിക്കണേ എന്നിങ്ങനെ മഹാന്മാരോട് പ്രാർത്ഥന നടത്തുന്നത് ശിർക്കാണ് എന്ന് എഴുതിയത്. ആ അവകാശം ഞങ്ങൾക്ക് ഇപ്പോഴും ഉള്ളത് കൊണ്ടാണ്, ഞങ്ങൾ മാറിയിട്ടില്ല എന്നതിനുള്ള തെളിവാണ്. ഇനി അതല്ല, ഞങ്ങൾ മാറിയിട്ടുണ്ട് എന്നാണോ നിങ്ങളുടെ വാദം? ഞങ്ങൾക്ക് അതിനുള്ള അവകാശമില്ല എന്നാണോ നിങ്ങളുടെ വാദം? ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്കത് പറയാം. അതിന് വേറൊരു വ്യവസ്ഥ, വേറൊരു വാദം എഴുതേണ്ട ആവശ്യമില്ല. ഞങ്ങൾക്ക് വാദം ഇല്ലെങ്കിൽ, അത് വാദിക്കാനുള്ള അവകാശം ഇല്ലെങ്കിൽ അപ്പൊ തന്നെ നിങ്ങൾക്ക് പറയാവുന്നതേ ഉള്ളൂ. അങ്ങനെ കഴിയാവുന്ന ഒരു വിഷയം വെറുതെ വലിച്ചു നീട്ടി വളച്ചു കെട്ടി കൊണ്ടുപോകുന്നത് ശരിയല്ല എന്നെന്റെ സുഹൃത്തുക്കളോട് ഞാൻ സൂചിപ്പിക്കാം. ഇവിടെ രണ്ട് വാദങ്ങൾ എഴുതിയതുകൂടെ തന്നെ രണ്ട് വാദങ്ങളും നടക്കണമെന്ന് രണ്ട് വിഭാഗവും തീരുമാനിച്ചു എന്ന് വ്യക്തമാണ്. അതിൽ നിന്ന് രണ്ട് വാദങ്ങളിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് മാറ്റി നിർത്തിയിട്ടുള്ള ഒരു ചർച്ചയെക്കുറിച്ച് ചിന്തിക്കുന്നതിൽ സാങ്കത്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. രണ്ട് വാദങ്ങൾ രണ്ടായി തന്നെ ഇവിടെ എഴുതിയിട്ടുണ്ട്. രണ്ടിനും എതിർവാദങ്ങളും എഴുതിയിട്ടുണ്ട്. പിന്നെ ഇവിടെ ഇതിൽ ഏത് ആദ്യം ചർച്ച ചെയ്യണമെന്നൊരു പ്രാമുഖ്യം ഏതിന് നൽകണം, ഒന്നാമത്തത് ഏത് ചർച്ച ചെയ്യണം, രണ്ടാമത് ഏത് ചർച്ച ചെയ്യണം എന്നുള്ളതാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. ആ നിലയിൽ ചിന്തിക്കുമ്പോൾ ഇവിടെ വാദങ്ങൾ എഴുതാൻ പരസ്പരം തീരുമാനിച്ചപ്പോൾ ഹനീഫ് സാഹിബിൻ്റെ ആ ഭാഗത്തുനിന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്, ആദ്യം വാദം വായിക്കാൻ ഇപ്പുറത്തുള്ളതാണ് വായിച്ചത്, നമ്മളാണ് ഇവിടുന്ന് വാദം വായിച്ചത്, ഫസ്റ്റ് വാദം. ആ നിലയിലെങ്കിലും ഒരു പരിഗണന കൊടുത്തിട്ട് നമുക്ക് സംവാദം നടക്കാനാണ് ഈ പറയുന്നത്. ആദ്യമായി ഈ ഭാഗത്തുനിന്നാണ് വാദം വായിച്ചത്. അത് അങ്ങനെ തന്നെയാണ്. ഈ രണ്ട് വാദങ്ങളും ഇവിടെ പറഞ്ഞു. ഇതിൽ ഏത് ആദ്യം വേണമെന്നുള്ളൊരു സംവാദമാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. സംവാദമല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്, സംവാദ വ്യവസ്ഥയാണ് ഇപ്പോൾ എഴുതുന്നത്. അതുകൊണ്ട് ഇവിടെ നിന്നാണ് ആദ്യം വാദം, നിങ്ങൾ ആവശ്യപ്പെട്ടത് പ്രകാരം ഈ വാദം എഴുതി വായിച്ചത് ഈ ഭാഗത്തു നിന്നാണ്. ഈ വാദം എഴുതി വായിച്ചത് എങ്ങനെ സഹായം കിട്ടുന്നു എന്ന ഈ വാദം എഴുതി, രണ്ട് വാദങ്ങൾ എഴുതിയതിന് ശേഷം നിങ്ങൾ വേറൊരു വാദം എഴുതി, അഥവാ മുഹീദ്ദീൻ ശൈഖ് എന്നുള്ള വാദം, ഇവിടുന്ന് ഇത് എഴുതി. അങ്ങനെ വായിക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ ഇവിടുന്നാണ് വായിച്ചത്. അങ്ങനെ ഒരു മുൻഗണന കൊടുത്തിട്ട് നമുക്ക് നേരത്തെ ഹനീഫ് മൗലവിയും അനസ് മൗലവിയും പറഞ്ഞല്ലോ സംവാദം നടക്കണമെന്ന് താല്പര്യമുണ്ട്. ആ താല്പര്യം കൊണ്ടാണ് പറയുന്നത് ഈ പരിഗണന ആദ്യം നമ്മളിവിടെ ചർച്ച ചെയ്തു. ആ ചർച്ചയിൽ വന്ന ആ പരിഗണനയെങ്കിലും നൽകിക്കൊണ്ട് ഒന്നാം വിഷയമായിട്ട് ഇത് ചർച്ച ചെയ്യുക, രണ്ടാമത് അത് ചർച്ച ചെയ്യുക, ആ നിലയിലേക്ക് പോട്ടെ. സംവാദം നടക്കാനാണല്ലോ നമ്മൾ തീർച്ചയായും ഒരു സംവാദമാണ് നടക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇതിലിപ്പം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആര് വേണം എന്ന് ചർച്ച ചെയ്യുന്നതിന് അർത്ഥം എത്ര ഉണ്ട് എന്നുള്ളത് ചർച്ച ചെയ്യുന്നതിന് മുമ്പ് ഇവിടെ നടന്ന ഈ പ്രവർത്തനങ്ങളുടെ ആദ്യം മുതൽ എങ്ങനെയാണ് നടന്നു പോയത് എന്നൊന്ന് ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും എവിടുന്നാണ് തുടങ്ങിയത്. അപ്പം അത് തന്നെ ആവട്ടെ. കാരണം നിങ്ങൾക്ക് തീർച്ചയായും ഞങ്ങളുടെ വാദം എഴുതുന്നതിൽ നിങ്ങൾ പ്രസക്തി കണ്ടിരിക്കാം. അതുകൊണ്ടാണ് ആദ്യം ചിലപ്പോൾ നമ്മളോട് ചോദിച്ചിട്ടുണ്ടാവുക വാദം, നമ്മളെ വാദം വായിച്ചു തരാൻ പറഞ്ഞിട്ടുണ്ടാവുക. അങ്ങനെ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ആ വാദത്തെ മുൻനിർത്തിക്കൊണ്ട് ആദ്യം ആ വിഷയം കഴിയട്ടെ, രണ്ടാമത്തേത് നടക്കാം. ഈ വാദമാണ് ആദ്യം എഴുതിയത്. ഈ വാദമാണ് ആദ്യം എഴുതുകയും വായിച്ചു കൊടുക്കുകയും ചെയ്ത്. വാദം നിങ്ങൾ എഴുതിയിട്ടുണ്ടാവും, പക്ഷെ നിങ്ങൾ പോലും ആവശ്യപ്പെട്ടത് ഞങ്ങളുടെ വാദം കേൾക്കാനാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ഈ വാദമാണ് ചർച്ചയിലെ പ്രഥമ പരിഗണന നൽകേണ്ടതെന്ന് നിങ്ങൾക്ക് തന്നെ ആദ്യമേ ഞങ്ങൾ എഴുതുന്ന വാദത്തിനാണ് പരിഗണന നൽകേണ്ടതെന്ന് നിങ്ങൾക്ക് തന്നെ ബോധ്യമുള്ളത് കൊണ്ടായിരിക്കാം നിങ്ങൾ ഞങ്ങളോട് ആദ്യം ആവശ്യപ്പെട്ടത് വായിക്കാൻ. അപ്പോൾ അതുകൊണ്ട് ആ നിലയിലാവട്ടെ, നമുക്കിത് നടക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ടാണ് മറുവാദം എഴുതിയത്. അതുകൊണ്ട് രണ്ട് വാദം, അത് ആദ്യം തന്നെ ഞാൻ പറഞ്ഞു, രണ്ടായി എഴുതിയതും രണ്ട് വാദത്തിന് മറുവാദങ്ങൾ എഴുതിയതും രണ്ട് വാദങ്ങൾ അംഗീകരിച്ചുകൊണ്ടാണ്. അതുകൊണ്ട് ആ നിലയിൽ നമുക്ക് ചർച്ച പോട്ടെ. ഒരു ന്യായവും പറയാനില്ലാത്തത് കൊണ്ടാകാൻ രാമന്തൽ കുറെ ആലോചിച്ചിട്ടുണ്ട്. പിന്നെ ആദ്യം വായിച്ചെയ്തല്ലേ എന്ന് പറഞ്ഞത്. കാരണം എന്തായാലും ഒരു കൂട്ടർ ആദ്യം വായിക്കണം, രണ്ടു കൂട്ടർക്കും ഒപ്പം വായിക്കാൻ പറ്റൂല. അപ്പൊ ഒരാൾ ആദ്യം വായിക്കുന്നത് അയാളുടെ വാദം അംഗീകരിക്കാനുള്ള തെളിവല്ലല്ലോ. ഇനിയിപ്പോ വാദപ്രയോഗത്തിൽ ഒരാൾ ആദ്യം വിഷയം അവതരിപ്പിക്കണം. അതുകൊണ്ട് ആദ്യം അവതരിപ്പിച്ച ന്യായമൊന്നുമല്ലല്ലോ. അപ്പൊ ആ പറയുന്നത് ശരിയല്ല. ആദ്യം ഞങ്ങൾ വായിച്ചു. അങ്ങനെയാണ് ആദ്യം എഴുതി കഴിഞ്ഞത് ഞാനാണ്. കാരണം എന്റെ 2.5 വരിയേ ഉള്ളൂ. അതുകൊണ്ട് ഞാനാണ് ആദ്യം എഴുതി കഴിഞ്ഞ് പെണ്ണ് താഴെ വെച്ചത്. ക്വിസ് മത്സരത്തിനൊക്കെ പറയണ മാതിരി ആദ്യം എന്റെ പെണ്ണ് താഴെ വെച്ചത് ഞാനാണ്. ഒന്ന്. രണ്ടാമത്തെ, നിങ്ങളുടെ വാദം ഞങ്ങൾ അംഗീകരിക്കുന്നത് കൊണ്ടാണല്ലോ നിങ്ങൾ മറുവാദം എഴുതിയത് എന്ന് നിങ്ങൾ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ആദ്യം ഞാൻ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾ മറുവാദം എഴുതിയിട്ടുണ്ടല്ലോ. നമ്മൾ 2 കൂട്ടർ എഴുതിയിട്ടുണ്ട്. പിന്നെ ഒരു കൂട്ടരൊക്കെ ആദ്യം വായിക്കാൻ കഴിയൂ എന്നതുകൊണ്ട് ഒരു കൂട്ടർ ആദ്യം വായിച്ചു. ആദ്യം വായിച്ചു എന്നത് എന്തല്ല, ഒരു വാദം തെളിവാണ്, ഒരു വാദം അംഗീകരിക്കപ്പെടേണ്ടതാണ് എന്നതിന് തെളിവല്ല. ഞങ്ങൾ പറയുന്നു ഈ ഒന്നാമത്തെ വാദം അംഗീകരിക്കുന്നു. ഇപ്പൊ ഞങ്ങൾ പറയുന്നു, നിങ്ങൾ ഉപയോഗിച്ച പദം ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു ഈ രണ്ടാമത് എഴുതിയത് അപ്രസക്തമാണ്. മാത്രമല്ല നമ്മളുടെ കത്തുകളിൽ, ഞങ്ങൾ ആദ്യം എഴുതിയ കത്തിൽ തന്നെ വളരെ കൃത്യമായി ഈ പരാമർശം കാണാം. ഉദാഹരണം, മുഹീദ്ദീൻ ശൈഖെ രക്ഷിക്കണേ, ബദരീങ്ങളെ കാക്കണേ, കന്യാമറിയമെ അനുഗ്രഹിക്കണമേ എന്നിങ്ങനെയുള്ള പ്രാർത്ഥനകളെ കുറിച്ച് സൂചിപ്പിച്ചത് കാണാം. അതേ വാദം തന്നെയാണ്
ഇവിടെ ആളുകൾ ആവശ്യപ്പെട്ടത് അത് തന്നെയാണ്. ആ നിലയിലാണ് ഞങ്ങളത് എഴുതിയതും അതിവിടെ വായിച്ചതൊക്കെ. അപ്പൊ ഇവിടെ മാത്രം ആദ്യമായിട്ട് എഴുതി അല്ലെങ്കിൽ ആദ്യം വന്നത് ഞങ്ങളാണ്, ആദ്യം വായിച്ചത് ഞങ്ങളാണ് എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. ഞാൻ പറയുന്നത് നിങ്ങൾ ഉപയോഗിച്ച പദം അഥവാ മുജാഹിദുകൾക്ക് ഈ വാദം ഉന്നയിക്കാൻ അവകാശമില്ല എന്ന് ഈ വിഷയം അവതരിപ്പിച്ച് ഞങ്ങൾ സംസാരിച്ചാൽ നിങ്ങൾ തെളിയിക്കേണ്ട അതാണ്. നിങ്ങളെ തെളിയിച്ചാൽ മതി. അതാണ് ഞാൻ പറഞ്ഞത്. ഇതിന്റെ കൂടെ കൂട്ടിച്ചേർത്ത് എഴുതാനേ ഉള്ളൂ. അനുബന്ധമായി എന്ന് ഞാൻ പറഞ്ഞത് അങ്ങനെ തന്നെയാണ്. ഇതിന്റെ കൂടെ എഴുതാനേ ഉള്ളൂ. എന്ത് ശിർക്കല്ല, അങ്ങനെ പറയാനുള്ള അവകാശം മുജാഹിദുകൾക്കില്ല എന്ന് നിങ്ങൾ എഴുതിയാൽ തീരുന്നതേ ഉള്ളൂ. ആ അവകാശം ഞങ്ങൾക്കുണ്ട് എന്ന് ഞങ്ങൾ തെളിയിക്കും. ഞങ്ങൾ മാറിയിട്ടില്ല എന്ന് ഞങ്ങൾ തെളിയിക്കും. നിങ്ങൾ മാറിയിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് മാറാതിരിക്കൂല. നിങ്ങൾ മാറിയിട്ടുണ്ട് നിങ്ങൾക്ക് എന്നെ ബോധ്യപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണ് അത് 1000 തവണ കറിഞ്ഞ് മാറിയിട്ടില്ല എന്ന് മാറാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. പിന്നെ ഞാൻ പറഞ്ഞത് കൃത്യമായി പറഞ്ഞു. ഇവിടെ വിഷയം എന്താണ്? മുഹിയുദ്ദീൻ ഷെയ്ഖെ രക്ഷിക്കണേ കാക്കണേ എന്ന് പറയുന്ന ഈ സഹായതേട്ടം, അതിന്റെ തെളിവല്ലേ നിങ്ങൾ ചോദിച്ചത്? അവിടെയാണ് ആ ചോദ്യം ചോദിക്കാനുള്ള നിങ്ങളെ അധികാരത്തെയാണ് നിങ്ങൾ ആദ്യം ചോദ്യം ചെയ്യുന്നത്. ഞാനൊരു ഉദാഹരണം പറയാം. ഇപ്പൊ ഞാൻ പറയും, നിങ്ങൾ കൃത്യമായി ശ്രദ്ധിക്കണം. ഞങ്ങൾ പറയുന്നത് വ്യക്തമായിട്ട് മൂപ്പര് ഒരു കാരണം പറഞ്ഞപ്പോൾ നിങ്ങൾ അയിമ പിടിച്ചല്ലോ. അത് ഒരു കാരണമാണ്, 100 കാരണത്തിൽ നിന്നുള്ള ഒരു കാരണം. ആ ഒരു കാരണം പിടിച്ചിട്ട് നിങ്ങൾ ചോദ്യം ചെയ്യണല്ലോ. എങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങൾ തന്നെ ഞങ്ങൾ നിരത്തിയിട്ടുണ്ട്. അത് നിങ്ങൾക്ക് തിരിയാത്തത് കൊണ്ടാണ് വേറെ കാരണം പറയേണ്ടി വന്നത്. കാരണം ആദർശപരമായ കാരണം നിങ്ങൾക്ക് തിരിയാതെ പോയി. അപ്പൊ ഇവിടെ നടന്നെങ്കിലും തിരിയട്ടെ എന്ന് കരുതിയിട്ടാണ് പിന്നെ പറയുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കണം. അതും മനസ്സിലാക്കാതെ പോയത് വളരെ അബദ്ധമായി പോയി. അപ്പൊ ഞാൻ പറയുന്നത് ഇവിടെ എന്താണ് വിഷയം എന്ന് അറിയോ? ഇപ്പൊ ഞാൻ ഒരു ഉദാഹരണം പറയാം. ഞാൻ റഫീഖ് ഹസനിയോട് പറയാണ്, നിങ്ങൾ റിഫായി ഷെയ്ഖെ രക്ഷിക്കണേ എന്ന് പറയുന്നത് ശിർക്കാണ്. ഞാനേതാ ആള്? ഞാൻ മുഹിയുദ്ദീൻ ഷെയ്ഖെ രക്ഷിക്കണേ എന്ന് പറയുന്ന ആളാണ്. അപ്പൊ 2 ആളെ വ്യക്തിയുടെ വ്യത്യാസം ഇവിടെ ഉള്ളൂ. അപ്പൊ റഫീഖ് ഹസൻ എന്നോട് ചോദിക്കൂലേ, എന്നോട് പറയാൻ നിങ്ങൾക്ക് എന്താ അധികാരം? നിങ്ങൾ മുഹിയുദ്ദീൻ ഷെയ്ഖെ രക്ഷിക്കണേ എന്ന് പറയുന്ന ആളല്ലേ എന്നും ഇങ്ങോട്ടും ചോദിക്കും. ആ ചോദ്യമാണ് ഞങ്ങൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഞങ്ങളോട് മുഹിയുദ്ദീൻ ഷെയ്ഖിനെയും അതുപോലെ തന്നെ റിഫായി ഷെയ്ഖിനെയും ചോദ്യം ചെയ്തപ്പോൾ നിങ്ങളോട് ഞങ്ങൾ ചോദിച്ചു, അത് പറയാൻ നിങ്ങൾക്ക് അധികാരമില്ല. ഞങ്ങൾ റിഫായി ഷെയ്ഖിനെയും മുഹിയുദ്ദീൻ ഷെയ്ഖിനെയും വിളിക്കുന്നുവെങ്കിൽ അത് ശിർക്കല്ല എന്ന് പറയുന്നുവെങ്കിൽ നിങ്ങൾ ജിന്നിനെയും മലക്കിനെയും ജർമ്മനിയിൽ നിന്ന് വരെ മരുന്ന് കൊണ്ടുവരാനും നിങ്ങൾ വാദിച്ചുകൊണ്ടേയിരിക്കുന്നു. അത് ശിർക്കല്ലെന്ന് പറയുന്നു. അവർ രണ്ടും സമമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആദ്യം നിങ്ങളെ ഭാഗം ക്ലിയർ ചെയ്യണം. അതുകൊണ്ട് ക്ലിയർ ചെയ്തതിന്റെ ശേഷമേ ഞങ്ങൾക്ക് അങ്ങനെ വാദമില്ല. എന്തേ നിങ്ങൾക്ക് പറയാനൊരു പേടി? അത് പറഞ്ഞാൽ നിങ്ങളെ പല മൗലവിമാർ നിങ്ങളെ വെറുതെ വിടുകയില്ല. അതുകൊണ്ടാണല്ലോ കഴിഞ്ഞയാഴ്ച പുളിക്കലിൽ വെച്ച് ഇതേ വിഷയം ചർച്ച ചെയ്യാൻ ജബ്ബാർ മൗലവി വന്നപ്പോ അയാൾ തോറ്റോടിപ്പോയത് അതിന്റെ ഉദാഹരണമാണല്ലോ. അതുകൊണ്ട് തന്നെ കഴിയില്ല നിങ്ങൾക്ക്. അതുകൊണ്ടാണ് ഈ പേടി. ഞങ്ങൾ വ്യക്തമായി വ്യക്തമായി പറയുന്നു, ഇത് ഞങ്ങളുടെ വിഷയമാണ്. നിങ്ങൾ നേരത്തെ പറഞ്ഞ തൗഹീദിൽ നിന്ന് നിങ്ങൾ 10 കൊല്ലം മുമ്പ് ഈ വാദം പറയാണ്, ഞങ്ങളിത് പറയൂല. നേരെ വിഷയത്തേക്ക് ഒപ്പങ്ങളത് മാറി. അതുകൊണ്ടാണ് ഞങ്ങളിത് പറയുന്നത്. ഓക്കെ, എന്താ നിങ്ങൾക്ക് ധൈര്യമില്ലാത്തത് എഴുതാനാണ് പിന്നെയും ചോദിക്കുന്നത്. എഴുതി സുഹൃത്തെ, എഴുതിയ കടലാസാണ് പച്ച മലയാളത്തിൽ എഴുതിയതാ നിങ്ങളുടെ മുമ്പിലുള്ളത്. ഞങ്ങൾ മാറിയിട്ടില്ല. ഒന്ന്. രണ്ടാമത്തേത്, നിങ്ങൾ പറഞ്ഞത് തന്നെയാണ് ഞാൻ ആവർത്തിക്കുന്നത്. മുജാഹിദുകൾക്ക് ഇതിന് അവകാശമില്ലെങ്കിൽ അത് ഞങ്ങൾ പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് തെളിയിക്കാം. ഈ രണ്ടാമത്തേന്റെ ആവശ്യമില്ല എന്നാ പറഞ്ഞത്. പിന്നെ ഞാൻ ആവർത്തിക്കുന്നതുകൊണ്ട് മാറൂല. ആവർത്തിക്കുന്നത് ഉറപ്പില്ലാത്ത കൊണ്ടാണ്. അപ്പൊ ഖുർആനൊന്നും ഓതാൻ പറ്റൂല. കാരണം ഫബിയ്യ അലായി റബ്ബിക്കുമാ തുകദിബാൻ അല്ലാഹ് ചോദിച്ചത് നിഷേധികൾക്കുള്ള മറുപടിയാ. ഞങ്ങൾ പറഞ്ഞതിനെ നിഷേധിക്കുന്നത് കൊണ്ടാണ് ഞാൻ ആവർത്തിക്കുന്നത്. അപ്പൊ ആവർത്തിക്കുന്നത് ഉറപ്പില്ലാത്തത് കൊണ്ടാണ് എന്ന് പറയുന്നത് ഖുർആനും സുന്നത്തൊന്നും പഠിക്കാത്തത് കൊണ്ടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് കാര്യങ്ങൾ ആവർത്തിച്ച് പറഞ്ഞതാണ്, സംശയമുള്ള ആളുകൾക്ക് ബോധ്യപ്പെടുത്താനും അതേപോലെ നിഷേധികൾക്കുള്ള മറുപടിയും. ഇവിടെ ഞാൻ നിഷേധികൾക്കുള്ള മറുപടി എന്ന നിലയിലാണ് ആവർത്തിച്ച് പറഞ്ഞത്. ഞങ്ങൾ മാറിയിട്ടില്ല. അപ്പൊ വീണ്ടും ഞാൻ പറയട്ടെ, ഞങ്ങളുടെ ഈ വാദം, ഞങ്ങൾ എഴുതിയ ഒന്നാമത്തെ വാദം ചർച്ചക്കെടുക്കുകയും അതിന് നിങ്ങൾ മറുപടി പറയുകയും ചെയ്യുന്നതോടുകൂടി നിങ്ങൾ ഈ എഴുതിയ നിങ്ങളുടെ ഒന്നാമത്തെ വാദമായി നിങ്ങൾ എഴുതിയതിനും അതിനെ അനുബന്ധമായി ഞങ്ങൾ എഴുതിയതിനും പ്രസക്തി ഇല്ലാതാകും. കാരണം ഞങ്ങൾക്ക് അവകാശമില്ല എന്നാണല്ലോ നിങ്ങൾ പറഞ്ഞത്. വേണമെങ്കിൽ നിങ്ങൾക്ക് അവകാശമില്ല എന്നത് ഇവിടെ കൂട്ടിച്ചേർക്കുകയും ചെയ്യാം. അങ്ങനെ ചെയ്താൽ തന്നെ ഈ വിഷയം ഒന്നാമതായി ചർച്ചക്കെടുക്കുകയും ആ വിഷയം കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യാം. സുഹൃത്ത് എഴുതി എന്ന് പറഞ്ഞു, ശരി എഴുതി. പക്ഷെ ആ എഴുതിയ വിഷയത്തിൽ നിങ്ങൾ ഒറ്റയ്ക്ക് വാദപ്രതിവാദം തയ്യാറല്ല. അതിന്റെ കൂടെ നിങ്ങൾ മറ്റേതും കൂടി വലിച്ചേച്ചു കൊണ്ടുവരാൻ. എന്തിനാണിത്? വാദപ്രതിവാദത്തിൽ നിന്ന് വ്യക്തമായി തലനാരിയേക്ക് രക്ഷപ്പെടാൻ. ഞങ്ങളത് കണ്ട് പഠിച്ചിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. സുഹൃത്തെ, ഞാൻ ഉദാഹരണ സഹിതം പറഞ്ഞു. ഞാൻ റഫീഖ് ഹസനിയോട്, ഇവിടെ ഉണ്ടായ സംഭവമാണ്, നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കണം. ഞാൻ റഫീഖ് ഹസനിയോട് പറഞ്ഞു, റിഫായി ഷെയ്ഖെ
തേടണേ എന്ന് നിങ്ങൾ പറയുന്നത് ശിർക്കാണ്, അതുകൊണ്ട് വാദപ്രതിവാദത്തിന് വരണം. ഞാനാരാ? ഞാൻ മുഹിയുദ്ദീൻ ഷെയ്ഖെ രക്ഷിക്കണേ എന്ന് പറയുന്ന ആളാ. അപ്പൊ സ്വാഭാവികമായും വ്യവസ്ഥയ്ക്ക് ഇരുന്നപ്പോൾ റഫീഖ് ഹാസനി തിരിച്ചു ചോദിച്ചു, അല്ല ആ വാദം പറയാൻ നിങ്ങൾക്ക് എന്ത് അധികാരം? നിങ്ങൾ മുഹിയുദ്ദീൻ ഷെയ്ഖെ രക്ഷിക്കണേ എന്ന് പറയുന്ന ആളല്ലേ എന്ന് ചോദിച്ചാൽ അത് തെളിയിക്കേണ്ടതും അങ്ങനെയല്ല എന്ന് പറയേണ്ടതും എന്റെ ബാധ്യതയാ. ഇതാ ഇവിടെ സംഭവിച്ചത്. ഞങ്ങൾ മുഹിയുദ്ദീൻ ഷെയ്ഖിനെ വിളിച്ചപ്പോ, ഞങ്ങൾ റസൂലുള്ളാഹിനെ വിളിച്ചപ്പോ നിങ്ങൾ അദൃശ്യശക്തികളായ ജിന്നുകളെയും മലക്കുകളെയും വിളിച്ചു. പിന്നെ ഖുർആൻ ഓതി. അത് നിങ്ങൾക്ക് തിരിയില്ല. കാരണം ഞങ്ങൾ ഖുർആൻ ഓതുന്നോടത്ത് നിങ്ങൾ മാതൃഭൂമിയാണ് ഓതല്. അത് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പൊ അതുകൊണ്ട് തന്നെ ഞങ്ങൾ വ്യക്തമായി നിങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നത്, വ്യക്തമായി പറയുന്നത്, ഇല്ല ജിന്നെ സഹായിക്കണേ, മലക്കെ സഹായിക്കണേ എന്ന് പറഞ്ഞതോടെ നിങ്ങളുടെ പഴയകാല തൗഹീദിൽ നിന്നുള്ള പിന്മാറ്റം ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഈ വിഷയത്തിൽ ഒരു ചർച്ച ചെയ്യാൻ നിങ്ങൾക്ക് കഴിയില്ല. പഴയകാല നേതാക്കൾ, നിങ്ങളുടെ നേതാക്കൾ, ഉമർ മൗലവി അടക്കമുള്ള നേതാക്കൾ അവരിവിടെ പഠിപ്പിച്ചു വെച്ചത് എങ്ങനെ സഹായിക്കുന്നു എന്നറിയാതെയുള്ള തേട്ടം, ജിന്നുകളോടുള്ള തേട്ടം നിങ്ങൾക്ക് നിഷേധിക്കാൻ കഴിയോ? പച്ച മലയാളത്തിൽ എഴുതി വെച്ചതല്ലേ. ഇപ്പോൾ നിങ്ങളുടെ നേതാക്കൾ പറഞ്ഞത് ജിന്നിനോട് സഹായം തേടുന്നത് ശിർക്കല്ല. ഞാൻ ഇത്ര സമയം ജിന്നും മലക്കും പരാമർശിച്ചിട്ട് തൊടാൻ പോലും നിങ്ങൾക്ക് കഴിഞ്ഞില്ല, എനിക്ക് കഴിയുകയുമില്ല. അതുകൊണ്ട് ഞങ്ങൾ പറയുന്നു, വ്യക്തമായി പറയുന്നു, ഇല്ല. ഞങ്ങൾ റസൂലുള്ളാഹിനോട് സഹായം ചോദിക്കുമ്പോ, മുഹിയുദ്ദീൻ ഷെയ്ഖിനോട് സഹായം തേടുമ്പോ, റിഫായി ഷെയ്ഖിനോട് സഹായം തേടുമ്പോ, മമ്പറത്തെ തങ്ങളോട് സഹായം തേടുമ്പോ നിങ്ങൾക്ക് അത് ശിർക്കാന്ന് പറയാനുള്ള അധികാരമല്ല. കാരണം എന്താ? നിങ്ങൾ ജിന്നിനോടും ഇഫ്രീത്തിനോടും ശൈത്താനോടും ശിർക്കല്ല, അത് ശിർക്കല്ല നിങ്ങൾ പറഞ്ഞതോടുകൂടി കഴിഞ്ഞു നിങ്ങളുടെ ധാർമ്മികപരമായ അവകാശം. അതുകൊണ്ട് ഈ പിഴച്ച തൗഹീദ് എന്താണെന്ന് നിങ്ങൾ അണികൾക്ക് പറഞ്ഞു കൊടുത്ത് അവരെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഏതായാലും ആ ധാർമ്മികമായ അവകാശം ഏറ്റെടുക്കുകയാണ് ഞങ്ങൾ ചെയ്തത്. അതാണ് മലയാളത്തിൽ എഴുതി വെച്ചത്. എന്നിട്ടും എഴുതുന്നില്ല എന്ന് പറയുന്നത് ശരിയല്ല. ഞങ്ങൾ എഴുതി. ആ ധാർമ്മികമായ അവകാശം ഞങ്ങൾക്കുണ്ട് എന്ന് ഞങ്ങൾ ഇവിടെ തെളിയിച്ചു. പിന്നെ ഞാൻ ജിന്ന് പറഞ്ഞില്ലേ, മലക്ക് പറഞ്ഞില്ലേ, അങ്ങനെ നിങ്ങൾ വിളിച്ചു പറയുന്നതിനൊക്കെ മറുപടി പറയാനല്ല ഞാൻ ഇപ്പോഴിവിടെ വന്നത്. വാദപ്രതിവാദത്തിന് വ്യവസ്ഥ എഴുതാനാണ്. ധൈര്യമുണ്ടെങ്കിൽ വാദപ്രതിവാദത്തിന്റെ വേദിയിൽ ഈ വിഷയം ഉന്നയിക്കുക. ആ വിഷയത്തിൽ സംവാദത്തിന് തയ്യാറായി ഞങ്ങൾ. ഇവിടെ എഴുതിയല്ലോ, മുഹീദ്ദീൻ ഷെയ്ഖെ രക്ഷിക്കണേ, ബദരീങ്ങളെ കാക്കണേ എന്നിങ്ങനെ മഹാന്മാരോട് പ്രാർത്ഥന നടത്തുന്നത് ശിർക്കാണ്. അത് ഇന്ന് മുജാഹിദുകൾ പറയുന്നു, പഴയകാലത്ത് മുജാഹിദുകൾ പറഞ്ഞു. അതിൽ നിന്ന് എന്തെങ്കിലും ഒരു മാറ്റം മുജാഹിദുകൾക്കുണ്ടെങ്കിൽ തെളിയിക്കാൻ നിങ്ങൾക്ക് കഴിയണം. അത് തെളിയിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. തെരുവുകളിൽ ജനങ്ങളുടെ മുമ്പ് പ്രസംഗിക്കാൻ ചിലപ്പം കഴിയും, ആളുകളുടെ മുമ്പിൽ വാദപ്രതിവാദത്തിന് വന്നാൽ കഴിയില്ല എന്നതുകൊണ്ടാണ് നിങ്ങൾ ഒളിച്ചോടാൻ ശ്രമിക്കുന്നത്. ഞാൻ ആവശ്യപ്പെടുന്നു, പ്രാർത്ഥന നടത്തുന്നത് ശിർക്കാണ് എന്ന് ഞങ്ങൾ പറഞ്ഞതിലൂടെ, മുഹീദ്ദീൻ ഷെയ്ഖെ രക്ഷിക്കണേ, ബദരീങ്ങളെ കാക്കണേ എന്നിങ്ങനെ മഹാന്മാരോട് പ്രാർത്ഥന നടത്തുന്നത് ശിർക്കാണ് എന്ന് ഞങ്ങൾ പറഞ്ഞതിലൂടെ നിങ്ങളുടെ രണ്ട് വാദം, ഞങ്ങൾക്ക് ധാർമ്മികമായ അവകാശമില്ല എന്ന വാദത്തെയും ഞങ്ങൾ മാറി എന്ന വാദത്തെയും രണ്ടിനെയും ഞങ്ങൾ ഖണ്ഡിച്ചിരിക്കുന്നു. ഇനി ധൈര്യമുണ്ടെങ്കിൽ നിങ്ങൾ ഈ വിഷയത്തിൽ വാദപ്രതിവാദത്തിന് തയ്യാറാകണം. ഈ അവകാശമുണ്ട് എന്ന് ഞങ്ങൾ തെളിയിച്ചതോടുകൂടി, ഈ വാദം ഞങ്ങൾ ഉന്നയിച്ചതോടുകൂടി, ഇവിടെ എഴുതിയതോടുകൂടി ഞങ്ങൾക്ക് അവകാശമുണ്ട് എന്ന് വിളിച്ചു പറയുകയാണ് ഞങ്ങൾ ചെയ്തത്. ആ അവകാശത്തെ ചോദ്യം ചെയ്യാൻ നിങ്ങൾക്ക് തന്റെ ഇടമുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഈ വാദം ചർച്ചക്കെടുക്കുകയാണ്. കാരണം നിങ്ങൾക്ക് ആദ്യം തന്നെ അവകാശമില്ല എന്ന് പറഞ്ഞ് ഞങ്ങളുടെ ഞങ്ങൾ എഴുതിയിരിക്കുന്ന ഒന്നാമത്തെ ഈ വാദത്തെ ഖണ്ഡിക്കാൻ കഴിയും. ഈ ഖണ്ഡിക്കാൻ കഴിയുമായിരുന്നിട്ടും രണ്ടാമത് എഴുതാൻ പറഞ്ഞു. എഴുതി ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ തന്നെ ആ വിഷയം കടന്നു വരും എന്ന് വിശദീകരിച്ചു. എന്നിട്ടും അംഗീകരിക്കാത്തത് എന്തിനാണെന്ന് നിങ്ങളൊന്ന് ആലോചിക്കുന്നത് നന്ന് എന്ന് മാത്രമാണ്. മുഹീദ്ദീൻ ഷെയ്ഖെ രക്ഷിക്കണേ തുടങ്ങിയ ഞങ്ങളുടെ തേട്ടത്തിന് ഞങ്ങൾ എത്രയോ പ്രമാണങ്ങൾ കൊണ്ട് നിങ്ങളെ തെളിയിച്ച് തന്നതാണ്. ലൈൻ കാമയൊക്കെ നിങ്ങളെ മനസ്സിൽ ഇപ്പോഴും ഉണ്ടല്ലോ, അത് നിങ്ങൾ ഓർക്കുന്നുണ്ടാകുമല്ലോ. അനസയ്യിദ് ഉൽദിയാദ് നിങ്ങൾക്ക് മറന്നിട്ടില്ലല്ലോ. അതൊക്കെ ഞങ്ങൾ അന്ന് സംവാദത്തിന്, വാദപ്രതിവാദത്തിന് വന്നപ്പോ ഓരോന്നോരോന്നായി ഞങ്ങൾ തെളിയിച്ചു. പക്ഷേ നിങ്ങളിപ്പോ അങ്ങനെ സംവാദങ്ങളൊക്കെ പങ്കെടുത്ത് ഞങ്ങളെ വാദത്തിലേക്ക് നിങ്ങൾ വന്നു. ഇനി ഞങ്ങളും നിങ്ങളായിട്ട് വാദപ്രതിവാദം ആ വിഷയത്തിൽ നടത്തണ്ട. ഇനി കുറച്ചുകൂടി ഇറങ്ങി വരാനേ ഉള്ളൂ. ഞങ്ങൾ മുഹീദ്ദീൻ ഷെയ്ഖിനോട് തേടുന്നു, നിങ്ങൾ ജിന്നിനോട് തേടുന്നു. ജിന്നിനെയും കാണുന്നില്ല, മുഹീദ്ദീൻ ഷെയ്ഖിനെയും കാണുന്നില്ല. ഇത് ശിർക്കല്ലെന്ന് നിങ്ങൾ പറഞ്ഞാൽ, ജിന്നിനോട് തേടൽ ശിർക്കാണ് എന്ന് നിങ്ങൾ പറഞ്ഞാൽ ഞങ്ങൾ ഇതിന് റെഡിയാണ്. പക്ഷേ പറയാൻ നിങ്ങൾക്ക് കഴിയില്ല. പറഞ്ഞാൽ നിങ്ങളെ മുജാഹിദ് പ്രസ്ഥാനം പിളർന്ന് ഇനി ഇല്ലാതെയാകും. അതുകൊണ്ട് ഞങ്ങൾ പറയുന്നു, ഈ വിഷയം വളരെ വ്യക്തമാണ്. പഴയകാല മുജാഹിദുകളുടെ ആശയത്തിൽ നിങ്ങൾ ഉറച്ചു നിന്നിരുന്നെങ്കിൽ ഇപ്പോൾ നിങ്ങൾ കുടുക്കിൽ നിങ്ങൾ പെടുമായിരുന്നില്ല. കാരണം എന്താ? പഴയകാല മുജാഹിദ് ഓക്കെയാണ്. കാരണം അവർ പറഞ്ഞു അഭൗതികമായ ഒരു സഹായം പാടില്ല, അള്ളാഹിനോട് മാത്രം. താമരശ്ശേരി ചുരത്തിൽ നിന്ന് ഇറങ്ങി വരുന്നവർ അവർ ഒരു സഹായം മാത്രമേ പറ്റൂ, അള്ളാഹിനെ മാത്രം വിളിക്കുക, ബാക്കിയുള്ളതൊക്കെ ശിർക്ക് എന്നാ പണ്ട് വാദിച്ചത്.
അതേ വാദത്തിൽ നിങ്ങൾ ആയിരുന്നുവെങ്കിൽ ഞങ്ങളോട് ഇത് പറഞ്ഞാൽ ഞങ്ങൾ സമ്മതിക്കും. മുഹിയുദ്ദീൻ ഷേഖയെ രക്ഷിക്കണേ എന്ന് നിങ്ങൾ എന്തുകൊണ്ട് പറയുന്നു എന്ന് ചോദിച്ചാൽ ഞങ്ങൾ പറയുന്നതിന്റെ പ്രമാണം പറയും. പക്ഷേ നിങ്ങൾ ഇറങ്ങി വന്നു. ഇപ്പൊ നിങ്ങൾ അള്ളാന്റെ പുറമെ ജിന്നിനെയും പിടിക്കാം, അത് ശിർക്കല്ല എന്ന് നിങ്ങൾ പറഞ്ഞു. ഇല്ലെങ്കിൽ നിഷേധിക്ക്. അത് നിങ്ങൾ പറഞ്ഞു അത് ശിർക്കല്ല എന്ന് നിങ്ങൾ വാദിച്ചു. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇനി പഴയകാല മുജാഹിദുകളുടെ വാദത്തിൽ നിൽക്കാൻ അധികാരമില്ല. മുജാഹിദിന്റെ വാദം മുജാഹിദ് തന്നെ തകർത്തിരിക്കുന്നു. അതാണ് ഈ വാദപ്രതിവാദത്തിന്റെ വിജയം. അതുകൊണ്ട് ഞങ്ങൾ ആവർത്തിക്കുന്നു, നിങ്ങൾക്ക് അധികാരമുണ്ടെന്ന്, നിങ്ങൾക്ക് അതിന് കഴിവുണ്ടെന്ന്, നിങ്ങൾക്ക് അവകാശമുണ്ടെന്ന് നിങ്ങൾ തെളിയിക്കുക. അത് തെളിയിച്ചാൽ അടുത്ത സെക്കൻഡിൽ ഞങ്ങളെ വാദവും ഞങ്ങൾ തെളിയിക്കും. അത് തെളിയിക്കാനുള്ള ആർജവമുള്ളത് കൊണ്ട് തന്നെയാണ് ഞങ്ങൾ എഴുതിയത്, പണ്ടേ ഞങ്ങൾ എഴുതിയ വാദം. ഇനി ഞാൻ പറയട്ടെ, ഇത് 1974 മുജാഹിദുകൾ എഴുതിയ വാദമാണ്. ആ വാദം തന്നെയാണ് ഞങ്ങൾ ഇവിടെ എഴുതിയത്. ഞാൻ പറഞ്ഞല്ലോ, മാറിയിട്ടില്ല. 1974 കേരളത്തിലെ സുന്നി പണ്ഡിതന്മാരും മുജാഹിദ് പണ്ഡിതന്മാരും വാദപ്രതിവാദത്തിന് വ്യവസ്ഥ തയ്യാറാക്കുമ്പോ എന്താണ് എഴുതിയത് അത് തന്നെ ഞങ്ങൾ എഴുതി. അഥവാ മാറിയിട്ടില്ലെന്ന് നെഞ്ചുറപ്പോടുകൂടി നിങ്ങളുടെ മുമ്പിൽ തെളിയിച്ചു. അത് തെളിയിച്ചുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ പറയുന്നത്, മുഹീദ്ദീൻ ഷേഖയെ രക്ഷിക്കണേ, ബദരീങ്ങളെ കാക്കണേ എന്നിങ്ങനെ മഹാന്മാരോട് പ്രാർത്ഥന നടത്തുന്ന ശിർക്കാണ്. ഇനി നിങ്ങൾ പറയുന്നു അതിന് അവകാശമില്ല. അവകാശമില്ല എങ്കിൽ നിങ്ങൾ